ഇതെവിടെ കൊണ്ടുപോകുന്നു? ഞങ്ങൾ കർഷക സഹകരണ സംഘം ഉണ്ടാക്കി. സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാകുന്നത് വരെ ചരക്കൊക്കെ ഇല്ലത്താണ് സംഭരിക്കുന്നത്. നിന്നെ പോലുള്ള പല അരപ്പാളികൾക്കും കൃഷി നടത്താനും വളം വാങ്ങാനും ഒക്കെ കാശ് തന്നാരാണെന്ന് മറന്നിട്ടില്ലല്ലോ. ആ കാശ് പലിശയോടെ തിരിച്ചു തരും. പക്ഷേ നഷ്ടത്തിന് ചരക്ക് തരാൻ നിവർത്തിയില്ല. ഓഹോ, എന്നു മുതലാണ് നിനക്കൊക്കെ ഈ ധൈര്യം ഉണ്ടായത്? മുതലാളി, ആ ജീപ്പ് ഒന്ന് മാറ്റിയാ കൊള്ളാം. ഈ കാളവണ്ടികൾ അങ്ങോട്ട് പൊക്കോട്ടെ. അപ്പോ എനിക്ക് ചരക്ക് തരാൻ നിവർത്തിയില്ല അല്ലേ? ഇല്ല. ഇറങ്ങടാ. അനന്തൻ നായരോട് ഈ നാട് ഭരിച്ചോളാനൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അയാൾ വലിയ പണക്കാരനായിരിക്കാം. ഞാൻ പഠിച്ചിട്ടുള്ള നിയമപുസ്തകത്തിന്റെ താളുകളിലൊന്നും ഈ കള്ളർ ആസ്കൽ അനന്തൻ നായർക്ക് യാതൊരു പരിഗണനയും കൊടുത്തായി കണ്ടിട്ടില്ല. സ്റ്റേഷൻ ചെന്നൊരു പരാതി എഴുതി കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോളും. ഒരു തുറന്ന യുദ്ധത്തിന് സമയമായെന്ന് തോന്നുന്നു. ഞാൻ വരട്ടെ. മിസ്റ്റർ അനന്തൻ നായർ. പൂജാമുറിയിലാണ്. പൂജിച്ചത് മതിയെന്ന് പറയൂ. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്ത് വരമാണ് വേണ്ടെന്ന് ചോദിച്ചാൽ മാത്രം വിളിക്കേ. ഹലോ ഇൻസ്പെക്ടർ. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കാൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്ന ആളുകൾ പറഞ്ഞില്ലേ, മിസ്റ്റർ അനന്തൻ നായർക്ക് തരാൻ ഓരോരുത്തരുടെയും കയ്യിൽ ഞാൻ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കൊടുത്തയച്ചിരുന്നല്ലോ. കിട്ടിയില്ലേ? കിട്ടി. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയൊരു സമ്മാനം താങ്കൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സമയമുണ്ടല്ലോ. അധികമില്ല. ഇൻസ്പെക്ടർ, ചെറുപ്പത്തിന്റെ ആവേശം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നിങ്ങൾ ചെറുപ്പമല്ലല്ലോ. ജന്മനായുള്ള അഹന്തയും മുരടിച്ച് തുരുമ്പെടുത്തൊരു മനസ്സുള്ള നിങ്ങൾക്ക് ചെറുപ്പത്തെക്കുറിച്ചോ വലിപ്പത്തെപ്പറ്റിയോ ഒരു ചുക്കും അറിയില്ല. പാവങ്ങളുടെ തലയിൽ കയറിയെന്ന് ഇത്രയും കാലം നിങ്ങൾ സവാരി നടത്തി. മറ്റുള്ളവനെ തല്ലുമ്പോൾ അവർക്ക് എത്രമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം, അനുഭവിപ്പിച്ചു തരാം. I know you are a devil, but don't laugh like a bitch. Come with me. ഇൻസ്പെക്ടർ, അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വാക്കുകൾ ഉപയോഗിക്കുന്നത്? വരുന്നു അതോ ഞാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം? മനസ്സിലായില്ലേ? ശ്രീമാൻ അനന്തൻ നായരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ഓ, എന്നാ നേരത്തെ പറയണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അനാവശ്യമായിട്ട് സാറ് വെറുതെ ബുദ്ധിമുട്ടി. ഒരു മിനിറ്റ്. ക്ഷമിക്കണം, വേണ്ടപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ശേഷി സാറിന് നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ചു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു സമ്മാനം. പ്രശ്നമില്ല, നേരെ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ചെന്ന് കണ്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തോളൂ. എന്നിട്ട് കോടതി അനുവദിച്ചാൽ ഒട്ടും വൈകാതെ നേരെ ഇങ്ങോട്ട് പോന്നോളൂ. എന്നിട്ട് അറസ്റ്റ് ചെയ്തോളൂ. ഞാൻ കാത്തിരിക്കാം. ഒരു ലെറ്റർ ഉണ്ട് സാർ. സ്ഥലമാറ്റമാണ് അല്ലേ സാർ? എങ്ങനെ മനസ്സിലായി? സാറ് തെറ്റിദ്ധരിക്കരുത്. സാറിന് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. മുതലാളിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്രയും പിടിയുണ്ട് സാറെ. ഉപദേശിക്കുകയെന്ന് കരുതരുത്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് സാറ് തന്നെ നേരിട്ട് മുതലാളി പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മുതലാളി ട്രാൻസ്ഫർ റദ്ദാക്കി തരും. ഹലോ, ഞാൻ അയച്ച രണ്ടാമത്തെ സമ്മാനവും സാറിന് കിട്ടിക്കാണുമെന്ന് കരുതുന്നു.
മിസ്റ്റർ മോഹൻദാസ്, സ്വയം തിരുത്താൻ ഇനിയും സമയമുണ്ട്. അങ്ങനെ തിരുത്തേണ്ടി വരുന്നതിന് മുമ്പ് തന്റെ ജീവിതകഥയുടെ അവസാനത്തെ അധ്യായത്തിന് ഞാൻ അടിവരയിട്ടിരിക്കും. എന്താ സാറേ പോയിട്ട് അനന്തമാരെ അറസ്റ്റ് ചെയ്തില്ലേ? ഇല്ല, അതിന് മാത്രം ഞാൻ വളർന്നിട്ടില്ല. നിങ്ങളെപ്പോലെയുള്ളവർ വോട്ട് ചെയ്തുണ്ടാക്കിയ ഭരണകൂടം വിലക്കുകളുടെ ചങ്ങല കൊണ്ട് എന്നെ തന്നെ ബന്ധിച്ചിരിക്കുകയാണ്. ഒരു സമൂഹം അത് അർഹിക്കുന്ന ഭരണകൂടമേ ലഭിക്കൂ എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. എടോ, ഇത് സമർത്ഥന്റെയും ശക്തിയുള്ളവന്റെയും മാത്രം ലോകമാണ്. പല നാടുകളിൽ, പല പേരുകളിൽ, പല കാലങ്ങളിൽ അവനുണ്ടായിരുന്നു. മർദ്ദകനായും ചൂഷകനായും വഞ്ചകനായും. ജർമ്മനിയിൽ ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയത് അവനായിരുന്നു. ഖസാക്കിസ്ഥാനിലെ നിർദ്ധനായ കർഷകർക്ക് നേരെ നിറയൊഴിച്ചതും മറ്റാരുമായിരുന്നില്ല. സമത്വത്തിനു വേണ്ടി മുറവിളി കൂട്ടി ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ ബോംബെറിഞ്ഞ് സൂചിക്കുന്നത് അവനാണ്. ആജ്ഞകളാലും വാഗ്ദാനങ്ങളാലും ഭീഷണികളാലും അവൻ വഞ്ചിക്കപ്പെട്ട സമൂഹത്തിന്റെ കഴുത്തറുക്കുന്നു. അവൻ ഒരുക്കി തരുന്ന നികൃഷ്ടമായ ജീവിത സാഹചര്യങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എരിഞ്ഞടങ്ങാനാണ് നിന്റെയൊക്കെ വിധി. ഐ എം ഹെൽപ്ലെസ്. ഐ കാൻ't protect you. You can't fight against your destiny. Go to hell and weep yourself until your bloody death. നാട്ടുകാരാകെ ഇളകിയിരിക്ക. അന്തിനാൽ ട്രാൻസ്ഫർ ജയിച്ചെന്ന എല്ലാരും പറയണേ. ചേച്ചി കരയ? കരയുന്ന കുട്ടിയെ ഒക്കെ എനിക്കറിയാം. അച്ഛൻ, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ പേര് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? പാരമ്പര്യത്തിന്റെ ജീർണഗന്ധം ശ്വസിച്ചാണ് ഞാൻ വളർന്നിട്ടുള്ളത്. സ്നേഹത്തിന്റെ മുമ്പിൽ ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല. ഇൻസ്പെക്ടർ അയാള് ചെറുപ്പമല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ ഇനിയും സമയമെടുക്കും. അതുകൊണ്ട് അവനെ സ്ഥലം മാറ്റി കളയാമെന്ന് വെച്ചത്. ഇനി വേണ്ടത് നമ്പൂരുടെ ഇല്ലത്തൂന്നും. ഓ, അതിപ്പോ ഇല്ല അല്ലല്ലോ, കർഷക സഹകരണ സംഘത്തിന്റെ ഗോഡൌൺ അല്ലേ. അവിടെ സംഭരിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ലോറിയിൽ കയറ്റിക്കൊണ്ടുവരും. സംഘത്തിനിപ്പോ കൂടുതൽ ആൾബലമുണ്ട്. ഉണ്ടായിക്കോട്ടെ, എല്ലാ കരുതലോടും കൂടിയല്ലേ നമ്മൾ പോകുന്നത്. സംഘം പൊളിച്ചാലേ നാറികളുടെ അഹങ്കാരം അവസാനിക്കും. പൊയ്ക്കോളൂ. ഞാൻ ഇല്ലത്തേക്ക് വരികയായിരുന്നു. എപ്പോഴാണ് തിരിച്ചു വരിക? ഉടനെ, എത്രയും പെട്ടെന്ന്. ഈ സ്റ്റേഷനിൽ തന്നെ വീണ്ടും ചാർജ് കിട്ടുമോ? സാധ്യതയില്ല, പക്ഷേ എന്നാലും വന്നല്ലേ പറ്റൂ. താക്കോല് തിരിച്ചേൽപ്പിക്കുന്നു. പോയിട്ട് വരട്ടെ. എന്താണെന്നാ ചോദിച്ചത്? എന്താ പറയണമല്ലേ? പറയാം. എടുക്കണടാ, വരണ്ട. എല്ലാവരും വരൻ, ഓടി വരൻ. അനന്തനാർ ഇല്ലത്തുള്ള സാധനങ്ങൾ നടത്താൻ നോക്കുന്നു. ഓടി വരൻ, വരൻ. ഓടി
ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും രക്ഷിക്കാൻ സാർ തിരിച്ചു വരണം. മിസ്റ്റർ വേണു, ഞാൻ ദൈവമല്ല, പക്ഷേ ഞാൻ വരും. ഈ ഗ്രാമമാണ് എന്നെ ഉണർത്തിയത്. ബാലിനെ പോലെയുള്ള ആളുകളാണ് എന്നെ പ്രതികരണ ശേഷിയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയത്. മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മേലധികാരികളോട് ഞാൻ അപേക്ഷിക്കും. ഞാനിവിടെ തിരിച്ചു വരിക തന്നെ ചെയ്യും.